ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് പശുക്കൾക്ക് കൊടുക്കുന്നത്. ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു 5 കിലോണുള്ളത്. പെല്ലറ്റ് കൊടുക്കാതെ ഹൈബ്രിഡ് പശുക്കളെ വളർത്താം, അതും നല്ല ആരോഗ്യത്തോടെ നല്ല ലാഭത്തോടെ. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനൂബി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഈസ്റ്റ് കതിരുള്ള നിതിൻ എന്ന ചെറുപ്പക്കാരന്റെ പശുഫാമിലാണ്. ഇവിടെ പശുക്കൾക്ക് ഇദ്ദേഹം പെല്ലറ്റ് കൊടുക്കുന്നില്ല, പാലിന്റെ ബൈ പ്രൊഡക്ട്സ് വിൽക്കുന്നു, ചാണകം വിൽക്കുന്നു. അതുകൂടാതെ ഹൈബ്രിഡ് പശുക്കളെ 6ഉം 7ഉം പ്രസവം വരെ നിർത്തുന്നു. അതുപോലെ തന്നെ 1 ലിറ്റർ പാലിന് 90 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നിതിൻ എന്ന ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഈ ഒരു പശുഫാം ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. പേര് പറയാവോ? പേര് നിതിൻ. ഓക്കെ, സ്ഥലം പറയാവോ? കതിരൂര്, കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് കതിരൂര്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്ര പശുക്കളുണ്ട്? ഇവിടെ ഇപ്പോ കറവില് 18 പശുക്കളാണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അകത്ത് കയറി കാണാലോ. ഇവിടെ എത്ര ലിറ്റർ പാലുൽപാദനമുള്ള പശുക്കൾ ഇവിടെ ഉള്ളത്? പാല് നമ്മള് 30 ലിറ്റർ പാല് കറക്കുന്നുണ്ട് നിലവില്. 30 ലിറ്ററോ? അതെ, 30 ലിറ്റർ പാല് നിലവിൽ കറക്കുന്നുണ്ട്. സാധാരണ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം മിക്കവരും പറഞ്ഞേ 30 ലിറ്റർ പാല് കിട്ടുമോ എന്നൊരു ഡൗട്ടാണ്. കാരണം മിക്കവർക്കും അങ്ങനെ ഡൗട്ടാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. നമ്മള് ഇപ്പൊ ഏകദേശം വർഷം പോകുന്നതിനനുസരിച്ച് നമ്മളും പശുക്കളെല്ലാം മാറിയും തുടങ്ങി. നമ്മൾക്ക് കുറച്ച് ഈൽഡുള്ള പശുക്കളെല്ലാം മാറ്റി കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ സെറ്റായി വന്നേരെ നമ്മളെ ആലയിലും നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ വരുന്ന ആൾക്കാർക്ക് സത്യസന്ധമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കലുണ്ട്. ഇവിടെ പശുവിനെ കറക്കുന്നുണ്ട്, ആ പശുവിന് 30 ലിറ്റർ പാല് കിട്ടുന്നുണ്ട് അല്ലെ? ഇപ്പൊ കറന്നുകൊണ്ടിരിക്കുക, നമ്മള് നേരിട്ട് കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഈ 30 ലിറ്റർ പാല് കിട്ടാൻ വേണ്ടിയുള്ള രഹസ്യം എന്താ? നമ്മളിത് തമിഴ്നാട് പശുവാണ്. ഞാൻ ഈറോഡ് ചന്തയിൽ നിന്ന് വാങ്ങിയ പശുവാണ്. അപ്പോൾ പശു ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ 4ാമത്തെ പ്രസവമാണ്. കഴിഞ്ഞ ഡെലിവറിക്കും ഈ പാല് കിട്ടിയിട്ടുണ്ട്. ഇപ്പം പശുവിനെ പാല് ഇറക്കുന്നുണ്ട്. പ്രസവിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസമായി. വലിയ പാലിന് വലിയൊരു ഏറ്റക്കുറച്ചിലൊന്നുമില്ല. ഞാൻ ഒന്നത് നമ്മൾ കൊടുക്കുന്നത് ഫീഡ്. എല്ലാവരും കാലിത്തീറ്റ കൊടുത്താലേ ഇത്രമാത്രം പാല് കിട്ടുന്ന പറയും. പക്ഷേ നമ്മൾ കാലിത്തീറ്റ ഒഴിവാക്കിയിട്ട് 4 കൊല്ലായി. പെല്ലറ്റ് കൊടുക്കണില്ല. പെല്ലറ്റ് ഒഴിവാക്കിയിട്ട് 4 കൊല്ലായി. പെല്ലറ്റ് കൊടുക്കാതെ തന്നെ ഇവിടെ 30 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാധാരണ നമ്മൾ കുറച്ച് പെല്ലറ്റ് കൊടുത്താലാണ് ഈ പാൽ ഉണ്ടാവുക. ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ഈ പരുത്തിപ്പിണ്ണാക്ക്, പരുത്തിക്കുരു, തമിഴ്നാട് തീറ്റയാണ് ഉപയോഗിക്കില്ല. അതിൽ കാലിത്തീറ്റ ഇല്ല. പരുത്തിപ്പിണ്ണാക്ക്, പരുത്തിക്കുരു, ഗോതമ്പ്, പിന്നെ ആവശ്യത്തിന് സൈലേജ്, പിന്നെ നമ്മളെ മിനറൽ മിക്സ്ചർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താണ്. അതെ, ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഒരുമിച്ച് മിക്സ് ചെയ്ത് ചൂടായ കൊണ്ടാണ് ഇപ്പൊ. ഒരു മിനിറ്റ് അതാ പാലിപ്പൊ കറന്ന് കൊണ്ടുപോകുന്നുള്ളു. അപ്പൊ കണ്ടാൽ അറിയാം എത്ര ലിറ്റർ പാല് കിട്ടുന്നു. അപ്പൊ ചേട്ടന്റെ പശുക്കളെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ, ഈ സ്റ്റഡ് ഇത് ഗിറിന്റെ ക്രോസ് ആണ് തോന്നുന്നല്ലേ? അതില് 2-3 മിക്സ് ഉണ്ട്. ഗിറിന്റെ സൈഡ് വാളിന്റെ എല്ലാം ക്രോസ് ചെയ്തിട്ടുണ്ട്. കാങ്കയത്തിനെല്ലാം ക്രോസ് ഉണ്ട്. ഇപ്പൊ ഇവക്ക് എത്ര ലിറ്റർ പാലുൽപാദനം ഉണ്ട്? ഇവക്ക് നമുക്ക് ഒരു ഇപ്പൊ സെക്കൻഡ് ഡെലിവറിയാണ്. നമുക്ക് ആദ്യത്തിന് ഒരു 23 ലിറ്റർ പാല് നമ്മൾ കഴിഞ്ഞ ഡെലിവറിക്ക് കയറുന്നുണ്ട്. അതെ, ഇനി ഇതിപ്പം പ്രതീക്ഷിക്കണം 25 ലിറ്ററിന്റെ മേലെ ഇപ്പം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയും കിട്ടൂലേ? കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇതെങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് ക്രാക്കൾ നിർത്തിയാണ്? എങ്ങനെ പുറത്തുനിന്ന്? അതെങ്ങനെയാ അവിടുന്ന് വാങ്ങിച്ചേ? അത് കണ്ടേരം പെട്ടെന്ന് നമുക്ക് ഒരു ഇതിന് പശുവിന്റെ ഒരു ക്വാളിറ്റിയും ഒരു വെറൈറ്റിയും തോന്നിയുണ്ട്. അങ്ങനെ ഫാമിലിക്ക് അതേപോലത്തെ ഒന്ന് വേണം തോന്നിയുണ്ട് വാങ്ങാം. അപ്പൊ ഇതിന്റെ പാല് വെക്കുന്നത് 130 രൂപ. വാങ്ങാനാളുണ്ട്. ഇതിന്റെ പാലിനായിട്ട് ആളുണ്ട് വാങ്ങാൻ. അതിന്റെ ക്വാളിറ്റി പാലിന്റെ നല്ല ക്വാളിറ്റി കണ്ടുകൊണ്ടുതന്നെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഇവിടെ വന്നിട്ട് വാങ്ങുന്നുണ്ട്. ഇവിടെ എവിടുന്ന് ഇപ്പൊ വാങ്ങിച്ചത്? നാട്ടിൽ തന്നെ ഒരു അറവശാലയിൽ നിന്ന് ഒരാളെ കയ്യിലെത്തിയതാ. അവിടുന്ന് ഗർഭിണിയായ സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വാങ്ങിയതാ. അറവശാലയിൽ കിട്ടിയ പശു അവര് വളർത്തി എടുത്തെടുക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വാങ്ങിയത്. അപ്പൊ ഈ ഇത് ഈറോഡ് ചന്ത. ഇവിടെ 4 വർഷത്തിന് മേലെ ഇവിടെ 4 വർഷത്തിന് മേലെ. ഇവിടെ കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇവർക്ക് നമുക്കിപ്പോ കഴിഞ്ഞ ഡെലിവറിക്കും ഈ ഡെലിവറിക്കും 30 ലിറ്റർ പാല് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈറോഡ് ചന്തല പശു. എല്ലാ പശുക്കളും 30 കിട്ടില്ല. പക്ഷേ 30 കിട്ടുന്ന പശുക്കളെ നമ്മൾ സെലക്ട് ചെയ്യണം. ആ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് സെക്കൻഡ് ഡെലിവറിക്കോ അല്ലെങ്കിൽ 3rd ഡെലിവറിക്കോ നമുക്ക് ആ പാല് കിട്ടണം. പാല് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാല് മെയിൻറ്റെയിൻ ചെയ്യാൻ ചില കാര്യങ്ങൾ ചെയ്യണം. ഇല്ലാണ്ട് നമുക്ക് വെറുതെ നമുക്ക് 30 ലിറ്റർ പാല് കിട്ടില്ല. നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള കറക്റ്റ് പ്രോട്ടീനുകളും അതിന്റെ കറക്റ്റ് തീറ്റകളെല്ലാം കൊടുക്കുന്നത്. ഇതിവിടെ നമ്മളെ കാലിത്തീറ്റ മാത്രം നമ്മൾ ഒരു പശുവിനും കൊടുക്കുന്നില്ല. ഇവളാണ് ഏറ്റവും കൂടുതൽ പാലുൽപാദന പശു. അത്യാവശ്യം ഇവിടെ ഉള്ളത് നല്ല ഹൈബ്രിഡ് പശുക്കളാണ് ഉള്ളത്. അത് അങ്ങനെ നോക്കി സെലക്ട് ചെയ്തെടുക്കുന്നതാണ് ഈ ഫാമിലി. ഹൈബ്രിഡ് പശുക്കളാണ് ഇപ്പം കൂടുതൽ സെലക്ട് ചെയ്തെടുക്കുന്നത്. ചേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മള് ആദ്യം ഒരു 5 കൊല്ലത്തിന് മുമ്പേ നമുക്ക് ശരിക്കും കൃത്യമായിട്ടുള്ള വരുമാനവും കാര്യം ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അതിനുശേഷം ഈ ജോലിക്കാരെല്ലാം നമുക്ക് തന്നെ ഒരു എന്തായാലും യൂട്യൂബെല്ലാം കണ്ട് നമുക്ക് തന്നെ ഒരു മാറ്റം വേണമെന്ന്. അപ്പോൾ കുറച്ചും കൂടി ഈൽഡില്ലാത്ത പശുക്കളെ നിർത്തിയാല് ഈൽഡില്ലാത്ത പശുക്കളെ നിർത്തിയാല് നമുക്ക് എന്തായാലും അത് കൊണ്ടുപോകാൻ കഴിയില്ലാന്ന് തോന്നി.
അപ്പോൾ അങ്ങനെയാണ് ഈൽഡുള്ള പശുക്കളെ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഏകദേശം ആ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം കൊണ്ടുവന്നപ്പോൾ തന്നെ സക്സസ് ആയോ പശുവിനെ? ഇല്ലില്ല, ആദ്യം ഒരുപാട് ഫോട്ടിലൂട്ട, ഒരുപാട് പ്രശ്നങ്ങളിലൂട്ടാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ചേട്ടനുണ്ടായി? പ്രശ്നങ്ങൾ പശുവിന് തൈലേറിയ പോലുള്ള പ്രശ്നങ്ങൾ, പിന്നെ പശുക്കൾ ഇവിടെ വന്നിട്ട് നമ്മളെ തീറ്റ ഒന്നും എടുക്കാത്ത പ്രശ്നങ്ങൾ, പിന്നെ പുറത്ത് കൊണ്ടുപോയാൽ അധികം വേല് കൊണ്ടുവിടാത്ത പ്രശ്നങ്ങൾ, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെ പുല്ല് അങ്ങനെ കഴിക്കുന്നില്ല. പിന്നെ ആ പശുക്കള് നമ്മളതിന്റെ കുറച്ച് സൈലേജ് ചോളയെല്ലാം ആക്കി കഴിഞ്ഞേരെ എന്ത് മാറ്റമാണ് വരുത്തിയത്? അപ്പൊ നമ്മൾ ഈ നാടൻ ഈ മഞ്ഞപ്പുല്ല്, ഈ നാട്ടിലുള്ള പുല്ലെല്ലാം അരിഞ്ഞു കൊടുക്കലായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടത്ര ഈൽഡ് കിട്ടുന്നില്ല. പശുക്കളെ ആരോഗ്യവും അതിനോട് കൂടി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് പശുക്കൾ ഒരു 2-3 മാസം കഴിയുമ്പോഴേക്ക് പശുക്കൾ ഭയങ്കര ക്ഷീണത്തിലേക്ക് എത്തും. പിന്നെ ആദ്യം കിട്ടിയ ഉൽപ്പാദനം നമുക്ക് ഒരേ ലെവലിൽ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെയാണ് നമ്മൾ ഈ തീറ്റ, ഈ സൈലേജിനെ പറ്റിയിട്ടും ഈ കോണ്, ചോളം പുല്ല്, ചോളപ്പൂലിനെ പറ്റിയെല്ലാം കൂടുതൽ നെറ്റ് വഴിയും പിന്നെ കുറച്ച് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയെല്ലാം മനസ്സിലാക്കിയത്. അതായത് ചേട്ടൻ പറഞ്ഞതനുസരിച്ച് അവർ പറഞ്ഞ പാല് കിട്ടാത്ത എന്താണ് നമ്മൾ ചിന്തിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പുല്ല് കൊടുത്താൽ, നാടൻ ചെറിയ പശുക്കൾക്ക് കൊടുത്താൽ എന്തായാലും നമുക്ക് മനസ്സിലായി. എന്തായാലും ഇപ്പോൾ ഒരു 10-18-15 ലിറ്റർ കറക്കുന്ന പശുവിനെ നമുക്ക് എന്തായാലും നാട്ടിലുള്ള പുല്ല് കൊടുത്താൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും അന്വേഷിച്ച് തരാമെന്ന് ഈ സൈലേജ്, ചോളം, പരുത്തി ഇതെല്ലാം മനസ്സിലായത്. അങ്ങനെ അത് നമ്മൾ പൈനാപ്പിൾ ഇതേപോലെ തന്നെ നമ്മൾ പരീക്ഷിച്ച് നോക്കി. പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മളത് വിജയിച്ചു. ചേട്ടൻ എത്ര വർഷമായിട്ടാണ് പശു വളർത്തൽ തുടങ്ങിയത്? ഇപ്പോൾ 6 വർഷമായി. 6 വർഷമായി. എങ്ങനെയായിരുന്നു ചേട്ടന്റെ തുടക്ക കാലഘട്ടത്തില്? തുടക്ക കാലഘട്ടത്തിൽ നമ്മള് ആ ഒരു പഴയ ആലയിലാണ് തുടങ്ങിയത്. കാണിച്ചു തരാം. ഈ ഒരു ചെറിയ ഫസ്റ്റ് ഓക്കെ, അപ്പൊ ഈ ഒരു ചെറിയൊരു തൊഴുത്തിലാണ് ആദ്യ കാലഘട്ടത്തിൽ ചേട്ടൻ പശു വളർത്തൽ തുടങ്ങിയത്. അത് ക്രോസ് ബ്രീഡാന്ന് ഓൾറെഡി പറഞ്ഞു അല്ലേ? അതെ, സാധാരണ പശുക്കൾ. ഓക്കെ, ചെറിയ നമ്മള് ഈ ബറ്റ് കറവായിട്ടുള്ള പശുക്കളില്ലേ, നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. ബറ്റ് കറവയുള്ള പശുക്കളെ വാങ്ങിയത് ഫസ്റ്റ് പ്രസവിച്ച പശുവിനെയും വലിയ പശുക്കളൊന്നും ആയില്ല. ഈ കുറച്ച് പ്രായമായതും അങ്ങനത്തെ 2 പശുക്കളെ വാങ്ങിയിട്ട് നമ്മളത് മെല്ലെ തുടങ്ങിയത്. അതായത് പഠിക്കാൻ വേണ്ടി, പരിചയപ്പെടാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എല്ലാം പഠിക്കണ്ടേ. അതെ, നമുക്ക് ആദ്യം ഇതിനോട് ഇഷ്ടം തോന്നണം, പിന്നെ ജോലിയുള്ള താല്പര്യം വേണം. അതാണ് ഉദ്ദേശിച്ചത്. മെയിൻ ആയിട്ട് നമുക്ക് ഇതിനോട് താല്പര്യം വേണം. നമ്മൾ വെറും ഇന്ന് പശുവിനെ വാങ്ങിയിട്ട് നാളെ ഇതിന്റെ പ്രോഫിറ്റ് കിട്ടാന്ന് വിചാരിച്ചാല് നടക്കൂല. നമ്മൾ ഏകദേശം ഈ സമയം വരെ എത്തേണ്ടിട്ട്, ഇന്നത്തെ എത്തേണ്ടിട്ട് 6 വർഷം എടുത്തു. 6 വർഷം എടുത്തു. അത്രയ്ക്ക് നമ്മൾ കഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ പശുവിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു? അത് പാരമ്പര്യമായിട്ട് വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു. അച്ഛന്റെ വീട്ടിലും അമ്മേന്റെ വീട്ടിലും എല്ലാം പശുക്കളുണ്ട്. ഞാൻ IT എല്ലാം കഴിഞ്ഞതാണ്. അതെയോ? പുറത്ത് പോയിട്ടും നമുക്ക് നമ്മുടെ മനസ്സിൽ ഇത് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അത് നമ്മൾ ഇത്രത്തോളം എത്തുന്ന നമുക്ക് വിചാരിച്ചിട്ടില്ല. പിന്നെ നമുക്ക് അതിനൊരു മാറ്റം എന്തായാലും വേണം തോന്നിയിട്ടാണ്. ഇപ്പോൾ 2 കൊല്ലത്തോളം നമ്മൾ ഇതിലാണ് പശുവിനെ കയറ്റി 3-4 പശുവായി. ഇതിൽ നിന്ന് എന്തായാലും മാറ്റം വേണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ചെറിയ ഇത് എടുത്തിട്ട് ഇപ്പോൾ 4 വർഷമായില്ല. 4 വർഷമായിട്ടുള്ളൂ. അപ്പൊ ആദ്യം ചേട്ടൻ ചെയ്തത് ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങിയത്, അതിനുശേഷമാണ് ഈ ഒരു പശുത്തൊഴുത്ത് പണിത്. ഈ കാണുന്നത് എന്താണ്? ഇതാണ് നമ്മളെ മെയിൻ, നമ്മളെ തീറ്റ. കപ്പപ്പൊടി ഉണ്ട്, പരുത്തി പിണ്ണാക്കുണ്ട്, കടലപ്പിണ്ണാക്ക്, പരുത്തിക്കുരു. തമിഴ്നാട് മോഡൽ വെച്ചിട്ടാണ് നമ്മൾ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇത് എത്ര ഐറ്റംസ് ഉണ്ട് ചേട്ടാ? ഇതിപ്പോ അതിലൊരു 5 ഐറ്റം ഉണ്ട്. ഓക്കെ, അതായത് കപ്പപ്പൊടി ഉണ്ട്, പരുത്തി ഉണ്ട്, പിന്നെ പരുത്തിക്കുരു ഉണ്ട്, തേങ്ങാപ്പിണ്ണാക്ക്, എള്ളു പിണ്ണാക്ക്. ഓക്കെ, ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് പശുക്കൾക്ക് കൊടുക്കുന്നത്. ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു 5 കിലോ ആണുള്ളത്. എല്ലാം 5 കിലോ ഉള്ളത്. 5 കിലോ. അത് നമ്മളിപ്പോ വെള്ളത്തിൽ ഇത് കൊടുക്കുന്നതിന്റെ മുമ്പേ ഒരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലാക്കി വെക്കുക. കുറേ സമയം വെള്ളത്തിലാക്കി വെക്കൂല, അരമണിക്കൂർ മുമ്പേ. അതായത് കുതിർക്കാൻ വേണ്ടി. ഫുള്ളായിട്ട് കുതിരൂല, ആ ഒരു ചെറിയൊരു സെമിയില് പശുക്കൾ അത് ചവച്ച് കഴിക്കും. അപ്പൊ ഇത് തന്നെയായിട്ടാണ് കൊടുക്കുന്നത്. ഇനിയിപ്പം ബക്കറ്റ് വരും, അതില് ഗോതമ്പ് തവിട് ഉണ്ടാകും. ഗോതമ്പ് തവിടിനപ്പുറം ഇതും കൂടി ആഡ് ചെയ്യും. അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിപ്പോ എത്ര പശുക്കൾക്കുള്ളതാ? ഇതിപ്പോ നമ്മൾ ആലയിൽ ഈ 18 പശുക്കളും പിന്നെ ഒരു 6 കുട്ടികളും ഉണ്ട്. അവർക്കും കൂടിയിട്ടുള്ള സാധനങ്ങൾ ഇത്രയും മതി. പിന്നെ ഗോതമ്പ് വേറെ ഉണ്ട്. ഗോതമ്പ് തവിട് വേറെ ഉണ്ട്. അത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഗോതമ്പ് തവിട് വരും. കുറച്ച് ചോളപ്പൊടി. അപ്പൊ 2 നേരമായിട്ട് എത്ര കിലോ വരും? അപ്പൊ 25 കിലോ, 50 കിലോ. 50 കിലോ. ഓക്കെ, 25, 50 കിലോ. ഓക്കെ, 50 കിലോ ആണ്. 50 കിലോ ഇത് മിക്സിങ്. അതിലിപ്പോ പിന്നെ പാല് കൂടുതലുള്ളതിന് ഒരു 3 കിലോ വെച്ചിട്ട് ഗോതമ്പ് തവിട് എക്സ്ട്രാ കൊടുക്കണം. അതിങ്ങനെ വരും. ഇപ്പം ബക്കറ്റ് വേറെ വരും. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യുന്നതാണ്. പിന്നെ ഉപ്പ്, മിനറൽ മിക്സർ, അപ്പക്കാരം. അപ്പൊ നമ്മൾ കുതിർത്ത് വെച്ച തീറ്റയുടെ ഒപ്പം തന്നെ ഈ ഒരു തീറ്റയും കൂടെ കൊടുക്കുന്നത്. ഇതാണ് ഗോതമ്പ് തവിട്. ഇതിന്റെ കൂടെ ഗോതമ്പ് തവിട്, കുറച്ച് കടലത്തോട്, ചോളപ്പൊടി, കൊഴുപ്പൊക്കെ കൂടാൻ വേണ്ടി അല്ലെ, അതിന് വേണ്ടിയുള്ളത് ഇതൊക്കെ. അപ്പൊ ഒരു പെല്ലറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെ സമീകൃത ആഹാരമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ തീറ്റ. അപ്പൊ ഈ തീറ്റ എങ്ങനെയാണ് കണ്ടെത്തിയത്?
ഈ തീറ്റ നമ്മൾ ഈ കാലിത്തീറ്റ ഒന്നാന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് പശുക്കൾക്ക് ഒന്ന് ചാണകത്തിൻ്റെ ഭയങ്കരമാണ്. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റിയെടുക്കണം തോന്നി. പിന്നീട് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഈ കുറേ ഇതെല്ലാം കണ്ട് ഈ പാലിനുള്ള ക്വാളിറ്റിക്ക് കുറച്ചും കൂടി കൂട്ടണ്ടിക്കല് നമ്മൾ കുറച്ച് ലോക്കൽ സെയിലും ഈ മോര് നെയ്യ് ബട്ടർ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ പ്രൊഡക്റ്റുകൾക്ക് കുറച്ചും കൂടി ക്വാളിറ്റി കിട്ടണ്ടിക്കല് കാലിത്തീറ്റനെ ഒന്ന് മാറ്റി നിർത്തണം തോന്നി. അങ്ങനെയാണ് ഈ തീറ്റയിലേക്ക് എത്തിയത്. അതെ, ഈ പൊടിത്തീറ്റയിൽ എത്തിയത്. എത്രയാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ? എന്താ ഈ വലിയ ചെരുവത്തില്? അത് നമ്മൾ പാല് കാച്ചലാണ്. കൂടുതലായിട്ട് നമ്മൾ ഈ മോര് തൈരെല്ലാം ഇവിടെ തന്നെ ചെയ്യണത്? അതെ, ഇവിടെ തന്നെ നാടൻ പോലെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ബൈ പ്രൊഡക്റ്റ് നെയ്യ്, മോര്, ബട്ടർ, പനീർ എല്ലാം നമ്മൾ ഇവിടെ തന്നെ നമ്മളെ പശുവിന്റെ പാല് കൊണ്ട് തന്നെ ചെയ്യും. ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ. ശരിക്കും ഒറിജിനൽ സാധനമാണ്. നമ്മളെ പരമ്പരാഗത രീതിയിൽ തന്നെ വിറകടുപ്പിലാണ് ചെയ്തത്, ഗ്യാസിലും അല്ല. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിനൊക്കെ. പിന്നെ അതെ, ഇപ്പൊ ഞാൻ പറയാ, ഇപ്പൊ കറന്നേ ഉള്ളൂ ആ പശുവിന്റെ പാല്. ആ പാലാണ് അങ്ങോട്ടേക്ക് ആ ചേച്ചി ഓടിച്ചത്. കുറച്ച് പാൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ആ 2 പശുവിൽ നിന്ന് ഇത്രയും പശുവിലേക്ക് എങ്ങനെ എത്തിയത്? ഇതിൽ നിന്നൊരു മാറ്റം വരണം നമുക്ക് തന്നെ തോന്നി. അതെ, അല്ലാണ്ട് ഇനി ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ചാണകം വരേണ്ടി വരും തോന്നി എല്ലാ കാലം. അത് പറയാ, ഫാമില് ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടിട്ട് കുറച്ച് സൗകര്യങ്ങൾ, അത്യാധുനിക സൗകര്യം തന്നെ നമ്മൾ ഫാം ചെയ്ത് പല സ്ഥലത്തും പോയിട്ട് വിസിറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മളൊരു പ്ലാനിലാണ് ഈ ആല ഉണ്ടാക്കിയത്. ഫസ്റ്റ് എത്ര ഹൈബ്രിഡ് പശുവിനാണ് സ്റ്റാർട്ട് ചെയ്തത്? ഫസ്റ്റ് 4 എണ്ണം. തമിഴ്നാട് ഒമലൂര് പോയിട്ട് നമുക്ക് ആദ്യം നമുക്ക് ആ ഉത്പാദനം അവർ പറഞ്ഞ പാല് കിട്ടി. 20 ലിറ്ററിന്റെ മേലെ അന്ന് പാല് കിട്ടി. അപ്പൊ അത് നമുക്ക് ഈ ഒരു ഏതാണ്ട് 2 മാസം കഴിയുമ്പോൾ തന്നെ നമുക്കത് പ്രശ്നം വരാൻ തുടങ്ങി. കാരണം നമ്മൾ അന്ന് ഈ ബയലുള്ള പുല്ലും ഈ കുറച്ച് പശുക്കളെ സാധാരണ ബയലത്തെല്ലാം കൊണ്ടുപോയി കെട്ടിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈബ്രിഡ് പശുക്കൾക്ക് ഇതൊന്നും പറ്റില്ല എന്ന് മനസ്സിലായി. നമുക്ക് മനസ്സിലാക്കിയത് നമ്മള് നിരന്തരമായിട്ട് യൂട്യൂബ് വീഡിയോ ഇതെല്ലാം കണ്ട ഓരോ ആൾക്കാരുടെ വീഡിയോ, പിന്നെ കർഷകർ ഗ്രൂപ്പിൽ നിന്ന് കൂട്ടായ്മ എന്നുള്ള പുതിയ അറിവുകൾ നമ്മളിങ്ങനെ നിരന്തരം തേടിക്കൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ചോളവും സൈലേജിലേക്കെല്ലാം നമ്മള് നീങ്ങാൻ കാരണം. അതെ, അത് നമ്മളെ പുതിയ വന്ന പശുക്കൾക്ക് നമ്മള് സവായിട്ട് കുറച്ച് കൊടുത്ത് നോക്കി. അങ്ങനെ നമുക്ക് അതിന്റെ റിസൾട്ട് വരാൻ തുടങ്ങി. നമുക്ക് ആ ഉത്പാദനം നമുക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ തന്നെ നീണ്ട കറവ് കിട്ടാൻ തുടങ്ങി പശുക്കൾക്ക്. ഇപ്പൊ 7 മാസം ആയാലും നമുക്ക് ഇപ്പൊ ഒരു 20-22 ലിറ്റർ കറക്കുന്ന പശുവിന് വലിയൊരു ഏറ്റക്കുറച്ചില്ലാണ്ട് നമുക്ക് പാല് കിട്ടി, നീണ്ട കറവ് കിട്ടി. അപ്പൊ നമുക്ക് ചന പിടിച്ചാലും നമുക്ക് വേറൊരു പശുവിന് പൈസ എടുക്കേണ്ട വരില്ലായിരിക്കും. നമുക്ക് ഇതിനുകൊണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. കൊറോണ സമയത്ത് പാല് ബ്ലോക്കായ സമയത്ത് സൊസൈറ്റിന്റെ പ്രശ്നം വന്നേരം പാല് എടുക്കൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തമായിട്ട്. അന്നേരം നമ്മൾ കുറച്ച് ഉള്ള പാല് കുറച്ച് ബാലൻസ് വന്നേരം ഈ മോരുണ്ടാക്കുന്നത് ഉള്ള പാലിന. അപ്പൊ അങ്ങനെ നമ്മൾ പിന്നെ അത് കുറച്ചും കൂടി പശുക്കളെ കൂട്ടി മോര് കൊടുത്തിട്ട് നോക്കുമ്പോൾ മോരെത്താണ്ട് വന്നേരം പിന്നെയും പശുക്കളെ കൂട്ടി അങ്ങനെ വരികയാണ് ചെയ്തത്. ആദ്യം നമ്മൾ പശുക്കളെ വാങ്ങിച്ചപ്പോ എത്രാമത്തെ കറവയുള്ള പശുക്കളായിരുന്നു സെലക്ട് ചെയ്തത്? പശുക്കളെ വാങ്ങിച്ചാൽ നമ്മൾ സെക്കൻഡ് ഡെലിവറിയാണ് അന്നേരം സെലക്ട് ചെയ്തത്. സെക്കൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. വീഡിയോ എത്തുമ്പോൾ 3-4 നമുക്കന്ന് അത്രക്കും മനസ്സിലായിട്ടില്ലേ. തമിഴ്നാട് പോയിട്ട് എടുക്കുമ്പോൾ ചെറിയ പോരായ്മകൾ ഇപ്പോൾ സംഭവിക്കലുണ്ട്, എന്നാലും അതിനെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അന്ന് സെക്കൻഡ് എന്ന് പറഞ്ഞ 3-ാം ഡെലിവറിയുള്ള പശുവും കൂടി അതിലുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അതിനെ നമ്മള് പിന്നെ മാറ്റി കൊണ്ടുവരുന്നത്. ആ പശുക്കൾ ഇന്ന് ഇടയില്ല. അതില് ഇപ്പൊ ഒരു പശു കൂടെ ഉണ്ട്. ഇവരിപ്പോ ഏകദേശം ഒരു 5 പ്രസവത്തിന് എടുത്തായി. 5 പ്രസവം പറഞ്ഞോ? സാധാരണ ഹൈബ്രിഡ് പശുക്കളെ ഒരു 3-4 അത്ര. അത് ഈറോഡ് ചന്തപ്പോയി അത് 7 പ്രസവമായി. 7 പ്രസവം? അത് നമ്മൾ ആദ്യം കാണിച്ച പശു. അപ്പൊ ചേട്ടാ, ഇത് ഇത്രയും 7 പ്രസവം വരെ നിർത്താൻ, ഇത്ര ഹെൽത്തി ആയിട്ട് നിർത്താൻ എന്താ അതിനൊരു രഹസ്യം? നമ്മള് ഈ തീറ്റ എന്റെ അഭിപ്രായത്തിൽ തന്നെ എനക്കൊന്ന് നമ്മളിപ്പോ ഈ നമ്മളെ ഈ മെയിൻ തീറ്റയാണ് നമ്മളിപ്പം കാണിച്ച തീറ്റയില്ലേ, അതിന്റെ മെയിൻ്റെനൻസ്. പിന്നെ കൃത്യമായിട്ട് നമ്മൾ പശുക്കളെ 5 പശുക്കളെ ആക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ മഴയത്തായിട്ടും വെയിലത്തായിട്ടും പശുക്കളെ പുറത്തിറക്കും. സാധാരണ ഹൈബ്രിഡ് പശുക്കളെ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അവരെ കൃത്യമായിട്ട് അവർക്ക് പുല്ല് കഴിച്ചിട്ടില്ലെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഒന്ന് പറയുക ലൂസ് ഫാമിങ്ങിന്റെ രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് പശുക്കളെ. അപ്പൊ അതും കൂടി നമുക്ക് അതിന്റെ റിസൾട്ടും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ ചെയ്യുന്നത് പെല്ലറ്റ് കൊടുക്കുന്നില്ല, പെല്ലറ്റ് കൊടുക്കാതെ തന്നെയുള്ള ഒരു പശു വളർത്തലാണ്. പ്രത്യേകിച്ച് ഒരു 5 പൊടിത്തവിട് ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ? ആ 5 പൊടിത്തവിടുകളാണ് ഇതുങ്ങളുടെ ആരോഗ്യം. പിന്നെ അടുത്തത് പിന്നെ കാൽസ്യം അങ്ങനെയുള്ള മിനറൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇതുങ്ങളെ എന്താ പറയാ, രാവിലെയാണ് പുറത്തേക്ക് വൈകുന്നേരം വൈകിട്ട് അധിക ദിവസങ്ങളിൽ മാറിയിട്ട് ഫുൾ ഓപ്പറം കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു 5 തണ്ണത്തിന് 5 പശുക്കളെ ആക്കിയിട്ട് മാറി നമ്മൾ കൊണ്ടുപോകും. അതാകുമ്പോൾ കാലിന് പ്രശ്നങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഗ്രൂമിന് പ്രശ്നങ്ങളൊന്നുമില്ല, കുളമ്പ് പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയൊന്നും കാണുന്നില്ല. അതെ, പശുക്കളെ മാറി പുറത്ത് കൊണ്ടുപോകും. വലിയ സ്ഥലമുണ്ട് പുറത്ത്, വയലിലോട്ട് അവർ കൃത്യമായിട്ട് കുറച്ച് പുല്ലും ഇതെല്ലാം അവർ നടക്കും.
എന്തായാലും ഒരു 2.5 മണിക്കൂർ പശുക്കൾ പുറത്തുണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി പാലുൽപാദനം ഉണ്ടാവും. ഉണ്ടാവും. നമ്മുടെ തീറ്റ ഇതെല്ലാം കൂടിയാകുമ്പോൾ കുറച്ച് അവർക്കൊരു എക്സസൈസ് ആവും. ഹൈബ്രിഡ് പശുക്കൾക്ക് അവർക്ക് ഒരു കൂട്ടിലിട്ട ഫീൽ ഉണ്ടാവില്ല. അവരുടെ സ്ട്രെസ് കുറയും. ഫസ്റ്റ് എങ്ങനെ ഇതിങ്ങളെ കൊണ്ടുവന്ന് പുറത്തിറക്കി അത് എങ്ങനെയാണ് ചേട്ടൻ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ അകത്തന്നെ വലിയ പശുക്കളെ ബൈലിൽ കൊണ്ടുപോയി പുറത്ത് പോറെന്ന് പറഞ്ഞ് പശുക്കളെ ഉള്ളിൽ തന്നെ ഇടുക. പിന്നെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. കാലിന് കുളമ്പിന്റെ പ്രശ്നം വരുന്നത്, കുളമ്പ് തേയ്മാനം ഭയങ്കരമായിട്ട്, പിന്നെ കുളമ്പ് തയഞ്ഞു പോവുക, മേറ്റിൽ നിന്നാലും കുളമ്പിന് അമിതമായിട്ടുള്ള പ്രശ്നം വരുന്നത്. അങ്ങനെയാണ് നമ്മൾ അത്യാവശ്യം പശുക്കളെ പുറത്തിറക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് അങ്ങനത്തെ ഇപ്പം വലിയ ഡോക്ടർ വരേണ്ട കേസ് കെട്ട് പരമാവധി ഇല്ല. എന്നാൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നെല്ലാം വലിയ സഹകരണമാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഇതിങ്ങളെ ഫസ്റ്റ് കൊണ്ടപ്പോ ക്വാറന്റൈൻ നിർത്തിയതോ ടെസ്റ്റ് ചെയ്തോ? ക്വാറന്റൈൻ നിർത്തിയിട്ടാണ് 4 പശുക്കളെയും നമ്മൾ പുറത്ത് കെട്ടിയിട്ട്. നമ്മളെ ആദ്യമുള്ള പശുക്കളൊപ്പം കയറിയിട്ടില്ല, പുറത്ത് കെട്ടിയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ബ്ലഡും ഇതെല്ലാം എടുത്ത് ചെക്ക് ചെയ്താണ്. ആദ്യം അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. പിന്നെ അതന്നെ നമ്മളെ വാട്സാപ്പ് കൂട്ടായ്മയും അതിലോട്ടുള്ള അങ്ങനെ നമ്മൾ പിന്നെ അവരുടെ പശുവിനെ എടുക്കുന്ന ആൾക്കാരും നമുക്ക് കുറച്ച് അവിടെ പുതിയ തമിഴ്നാട്ടിൽ കാണുന്ന പുതിയ ആൾക്കാരുടെ ചന്തയെന്നും അവിടെ നല്ല പുതിയ മലയാളീസിന്റെ നമ്മളെ ആൾക്കാരുടെ അനുഭവങ്ങൾ കുറച്ച് പറഞ്ഞു തരാം. നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത്. അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിൽ തമിഴ്നാട് പശുക്കളെ സക്സസ് ആണ്. തമിഴ്നാട് പശുക്കളെ സക്സസ് ആവും. പക്ഷെ അതിന്റെ രീതിക്ക് നമ്മൾ നോക്കണം. നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 ദിവസം നമ്മൾ ഇതിന്റെ കൂടെ ഉണ്ടാവും. നമ്മള് ഇവരൊപ്പം തന്നെ വേണം. വേറെ എവിടെയെങ്കിലും പോകാൻ പാടില്ല നിങ്ങൾ ഇട്ടിട്ടല്ലേ? ഇവരുടെ പണിക്കാരെ ഏൽപ്പിച്ച് പോയാൽ നമുക്ക് 8 നില പണിയും കിട്ടും. ഒരു മാസം ശരിക്കും ഇവരെ നോക്കണം. ഒരു മാസം ഇവരെ കൊണ്ടുവന്നാല് ഒരു മാസം ഇവരെ കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസവും പശുവിന്റെ ഓരോ കാര്യം നോക്കണം. പനിയുണ്ടോ എല്ലാ കാര്യങ്ങളും, പശു തീറ്റ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുറവുണ്ടോ, എന്താ പ്രശ്നം, വെള്ളം കുടിക്കുന്നില്ലേ, പശു നമ്മളൊരു കൃത്യമായിട്ട് ഒരാഴ്ച കഴിഞ്ഞാലേ ഈ പശുക്കൾ ഇത് കാണിക്കും. എന്ത് രോഗാവസ്ഥയും കാണിക്കും. എന്തായാലും ഒരു ഇത്ര ടൈം വേണം. കൊണ്ടുവന്ന പാടും നമ്മളതെല്ലാം കൊണ്ടുവന്ന പാടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. കൊണ്ടുവന്നിട്ട് നമ്മൾ ഏകദേശം ഒരാഴ്ചന്റെ ഗ്യാപ്പ് കൊടുക്കണം പശു. അതിന് മുമ്പ് എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ. അതായത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും. ലക്ഷണം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും. അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ടാ ചെക്ക് ചെയ്യലുള്ളൂ. പിന്നെ എന്തെങ്കിലും തീറ്റേന്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലും കൂടുതലായിട്ട് വന്നാൽ പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. സാധാരണ മലയാളികള് എന്താ പറയാ പശുക്കളെ കൊണ്ടുവന്ന് ഉടനെ തന്നെ കുളിപ്പിക്കുന്ന അങ്ങനെ ഇവിടെ ചെയ്യില്ല. നമ്മൾ പെട്ടെന്ന് കുളിപ്പിക്കില്ല. ഡ്രൈ ആയിട്ട് ഏകദേശം 1.5-2 ആഴ്ചന്റെ അടുത്ത് പശുക്കളെ ഡ്രൈ ആയിട്ട് ഇടുക. എന്നിട്ട് മെല്ലെ അത് ഓരോ ഭാഗം നനച്ചിട്ട് പശുക്കളെ നമ്മൾ മൊത്തമായിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരും. പശുക്കളെ മൊത്തമായിട്ട് കുളിപ്പിക്കില്ല. അങ്ങ് കൊണ്ടുവന്ന പശുവിനെ പെട്ടെന്ന് കുളിപ്പിക്കില്ല. അതായത് അവിടുത്തെ രീതിക്ക് അനുസരിച്ച് പശുവിനെ ഇവിടെ ഡ്രൈ ആയിട്ട് തന്നെ ഇടും. തമിഴ്നാട്ടിൽ നിന്നുള്ള പോലെ തന്നെ പശുക്കളെ ഡ്രൈ ആയിട്ട് ഇടും. എന്നിട്ട് ഓരോ ഭാഗം പശുവിന്റെ 10-15 ദിവസം കഴിഞ്ഞാൽ പശുവിന്റെ ഓരോ ഭാഗം വെള്ളം തട്ടിച്ചിട്ട് ഫുള്ളായിട്ട് പശുവിനെ കുളിപ്പിക്കുന്നു. നമ്മളെ വെള്ളമെല്ലാം സെറ്റ്. അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതെ, ലാഭകരമായിട്ട് ഈൽഡുള്ള പശുക്കളാണെങ്കിൽ. ഉദാഹരണമാണ് ചേട്ടൻ, നമ്മളിവിടെ ഉണ്ടായ കുട്ടികളുണ്ട് പശുക്കുട്ടികൾ. ഈ 2 കുട്ടികള് നമ്മളെ ഇവിടെ ഉണ്ടായതാണ്. അതെങ്ങനെയാ ചേട്ടാ? നമ്മൾ വെക്കും കാരണം അതിന്റെ ഞാൻ നേരത്തെ കാണിച്ച പശുക്കളെ അതിന്റെ തമിഴ്നാട് പശുവിന്റെ കുട്ടികൾ നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മൾ കുത്തിവെച്ച ഇവിടുത്തെ കുട്ടികളാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 2-ൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടി. ഇതിപ്പോ ഇത് സെക്കൻഡ് ഡെലിവറി ആണ്. ഈ പശുക്കുട്ടി ഇത് സെക്കൻഡായി. അതിന് 26 ലിറ്റർ പാല് ഇറക്കുന്നുണ്ട്. ഈ പശു സെക്കൻഡ് ഡെലിവറിക്ക് 26 ലിറ്റർ പാല് ഇറക്കുന്നുണ്ട്. ഇതിന് 24 ലിറ്റർ പാല് ഇറക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് കിട്ടി. നമ്മളിപ്പോ 4 കുട്ടികളുണ്ട് വെച്ചിട്ട്. അവര് പുറത്തുള്ളത് അവരെ ലൂസ് ഫാമിംഗ് ആയിട്ട് ബൈലൂട്ടം നടന്നു കളിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ സാധാരണ നമുക്ക് എങ്ങനെയാലും ഇപ്പൊ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ 2 കൊല്ലം കൊണ്ട് നമുക്ക് ഏകദേശം സൈലേജ് ഇതെല്ലാം ചെലവ് കണക്കൂട്ടുമ്പോൾ ഏകദേശം 1.25 ലക്ഷം രൂപേന്റെ അടുത്ത് വരുന്നുണ്ട്. 2 കൊല്ലം കൊണ്ട് നല്ല കുട്ടികൾക്ക് പാല് കൊടുത്ത് വളർത്തണ്ടെങ്കിൽ നമുക്ക് അത് ഉൽപാദനമുള്ള പശുവാക്കി എടുക്കണ്ടെങ്കിൽ ആ ചെലവ് വരുന്നുണ്ട്. അപ്പം പുറത്ത് പോയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ചെലവുണ്ട്. നല്ല പശുക്കൾക്ക്, നല്ല ഈട്ടുള്ള പശുക്കൾക്ക് നമ്മളിപ്പം ചന്തയിൽ പോയാലും എവിടെ പോയാലും തമിഴ്നാടായാലും ഇന്ന് 1 ലക്ഷത്തിന്റെ മേലെ അല്ലാണ്ട് നല്ല പശുക്കളില്ല. അപ്പോൾ അവരുടെ കൂടെ വരുമ്പോൾ അവർക്ക് രോഗമുണ്ട്. നമ്മളിവിടെ വളർന്നെടുത്ത പശുവിന് നമുക്ക് രോഗമില്ല, സെറ്റാകേണ്ട പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ ആ പൈസ ഒരേപോലെയാണ്. നമുക്ക് നമ്മളിവിടെ വളർത്തിയെടുത്താല് നമുക്ക് ഈ അസുഖമൊന്നും ഇല്ലാതെ നല്ല കുറച്ചും കൂടി ഹെൽത്ത് ആയിട്ടുള്ള കുട്ടികളെ കിട്ടും. അപ്പൊ കുറച്ച് കഷ്ടപ്പെടണം. അതെ, കഷ്ടം. ചേട്ടാ, ഇവിടെ കടിഞ്ഞൂൽ പശുള്ള ഇത് കടിഞ്ഞൂല് 3 ഇത് എവിടുന്നാ വാങ്ങിച്ചേ? ഇത് തമിഴ്നാട് പശുവാണ്. ആരുടെ അടുത്ത് വാങ്ങിച്ചേ? ശക്തി വീടുകളിൽ പോയിട്ട് വാങ്ങിയതാണ്. എങ്ങനെയായിരുന്നു സക്സസ് ആയിരുന്നു? നമുക്ക് സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പാലുൽപാദനം? നമുക്ക് ആദ്യം തന്നെ നല്ല 20 ലിറ്ററിന്റെ മേലെ പാല് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ പാല് തന്നെ കിട്ടിയോ? പറഞ്ഞ പാല് കിട്ടിയിട്ടുണ്ട്. ഒന്നിത് റെഡ് ജേഴ്സി, ഇത് ഉദുമൽപേട്ട. ഇത് രണ്ടും ഒരേ സ്ഥലമാണ്. ഓമലൂര്. ഇത് ഉദുമൽപേട്ട കടിഞ്ഞൂൽ കാര്യത്തിൽ തന്നെ. നമ്മൾ ഈറോഡ് ചന്തയെന്ന് ഇപ്പൊ ഒരു 1.5 മാസമായിട്ടുള്ളൂ.
അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ. ഇലക്ഷന്റെ ടൈം പൈസ കുറവുണ്ടായിരുന്നല്ലേ? പൈസ കുറവുണ്ടെന്ന് പറഞ്ഞാൽ പോയത്, പക്ഷെ പൈസ ഒന്നും അടിയെത്തിയിട്ട് കുറവൊന്നുമില്ല. ഇല്ല, എന്നാലും നമ്മൾ നല്ല പശുവിനെ കിട്ടി. നല്ല പശുവിനെ കിട്ടി, കുഴപ്പമില്ല. മോഴ പശു, നല്ല ബ്രീഡ് ഉണ്ട്, ജർമ്മൻ ബ്രീഡ് ഉണ്ട്. ജർമ്മൻ ബ്രീഡ്. ഇതിന് അന്ന് ഈ റോഡില് ഭയങ്കര അടിയായിരുന്നല്ലോ. ഞാൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതാ ഞാൻ ചോദിച്ചേ. ഇതിലിപ്പോ എത്ര ലിറ്റർ പാലുണ്ട്? നമുക്കിപ്പോ ഒരു 22 ഇപ്പൊ ഇവിടുന്ന് കറക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ പശുക്കൾ ഇത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കാൻ കാരണം ഈ ചേട്ടൻ കൊടുക്കുന്ന തീറ്റയാണ്. അപ്പൊ തീറ്റയ്ക്ക് അപ്പൊ എത്ര ചെലവ് വരുന്നു? തീറ്റക്ക് ഏകദേശം നമ്മൾ ഒരു കണക്ക് നോക്കിയാൽ ഏകദേശം ഒരു 350-400 രൂപേന്റെ അടുത്താവുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ കൊടുക്കാൻ കാരണം എന്താ? ഈ പശുക്കൾ ഇത്രയും നീണ്ട കറവ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കറക്റ്റ് ഈ ഇത്രയും തീറ്റ കൊടുത്താലേ നമുക്ക് അതിന്റെ ഉത്പാദനം തിരിച്ചു കിട്ടും. അല്ലാണ്ട് നമ്മൾ വലിയ ഹൈബ്രിഡ് പശുക്കളാ നമ്മൾ ഇത്ര ലിറ്റർ പാല് കിട്ടും പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമ്മൾ അതിന് കണക്കായിട്ട് ആ പശുക്കൾക്കും കൊടുക്കണം, അന്നേരം നമുക്ക് അത് ഇങ്ങോട്ടും തരും. ഓക്കെ. അപ്പൊ പെല്ലറ്റ് കൊടുത്തില്ല സാധാരണ പശുക്കളുടെ പാല് കുറയുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ചുള്ള തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനെക്കാട്ടും നമ്മൾ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള തീറ്റയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഒരു പാത്രത്തിലാണ് കൊടുക്കുന്നത്. പിന്നെ കാൽസ്യം കൊടുക്കുന്നുണ്ട് 50 ഗ്രാം അല്ലേ? ഇത് എല്ലാ ദിവസവും കൊടുക്കോ? എല്ലാ ദിവസവും കൊടുക്കില്ല. മാസത്തിൽ നമ്മൾ ഒരു എന്തായാലും ഒരു 10 ദിവസം ഇത് കുറയും. 10 ദിവസം എല്ലാ പശുക്കൾക്കും കട്ടാക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടൻ ഞാൻ കഴിഞ്ഞു ബക്കറ്റിൽ എല്ലാത്തിലും അളവ് വ്യത്യാസമുണ്ട്. അത് അറിയാം, പാലിന്റെ കണക്കിന് അളവിന് വ്യത്യാസമുണ്ട്. പാലിന്റെ കണക്കിന് അത് ബക്കറ്റ് മാറും, അതിൽ അളവിന്റെ വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എന്താ പാലുൽപാദനുസരിച്ചാണ് പാലുൽപാദനുസരിച്ചിട്ട് തീറ്റ സെറ്റ് ചെയ്തത്. ഇതിപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ തീറ്റ ഒറ്റയടിക്കാൻ കൊടുക്കുവായിരുന്നു? പെല്ലറ്റ് കൊടുത്തോണ്ടിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയാണ് പരീക്ഷിച്ച തീറ്റ? ഇത് പെല്ലറ്റിൽ നിന്ന് മാറി ഇത് മെല്ലെ മെല്ലെ നമ്മൾ മെല്ലെ ഇത് ഒരു 1.5-2 വർഷമായാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. അതെ. അപ്പൊ നമ്മൾ ഇവിടെയുള്ള പശു പെല്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്ന പശുക്കൾക്ക് തന്നെ ഒരു പ്രസവം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടിയത്. പിന്നെ നമ്മൾ എല്ലാ പശുക്കൾക്കും ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. അതെ. അപ്പൊ ചേട്ടാ കുറച്ച് മുമ്പ് പറഞ്ഞു ഒരു നമുക്ക് തീറ്റ ചെലവ് 400 രൂപ വരും. 400 രൂപ നമുക്ക് ചെലവ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടുമോ? അതായത് നമ്മളെ ഈ മോര്, തൈര്, ബൈ പ്രൊഡക്റ്റുകൾ, പശു നെയ്യ്, പനീർ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മള് പാല് സൊസൈറ്റിയിലെല്ലാം കൊടുക്കൽ കുറവാണ്. ഇവിടെ വന്നിട്ട് അത്യാവശ്യം ആൾക്കാർ വാങ്ങുന്നുണ്ട്, നല്ല സൊസൈറ്റിയിലും കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മള് പാല് 1 ലിറ്റർ പാല് വെക്കുന്നത് 80 രൂപക്കാണ്. അതെ. ഓ അത്ര. അതെ. പുറത്ത് കൊടുക്കുന്നത് കസ്റ്റമറോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ് കൊടുക്കുന്നത്, ഇത്ര വിലയുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി നമ്മൾ പശു എങ്ങനെയാണോ പാല് തരുന്നത് അതേ ഫ്രഷ് ആയിട്ട് അതേപോലെ തന്നെ ഒരു മിസ് ഒന്നും ചേർക്കാണ്ട് തന്നെയാണ് അവർക്ക് പാല് കൊടുക്കുന്നത്. ഞാൻ കണ്ടായിരുന്നു, നല്ല അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള പാലാണ്. സാധാരണ HF പശുക്കൾക്കൊക്കെ കുറച്ച് പാലിങ്ങനെ പാല് കുറച്ച് കട്ടി കുറവുണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന തീറ്റ ആയതുകൊണ്ട് വ്യത്യാസമുള്ളതുകൊണ്ട് അതും നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇവിടെ വന്ന് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. കുറച്ച് ഞാൻ കണ്ടായിരുന്നു ഒരു പാല് വാങ്ങാൻ പോയപ്പോ 80 രൂപയ്ക്ക് വാങ്ങുകയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പൊ പശുക്കളുടെ പാലുൽപാദനം കൂടുതൽ മാത്രമല്ല വേറെ എന്തെങ്കിലും ഗുണമുണ്ട് പശുക്കൾക്ക്? പശുക്കൾക്ക് ആരോഗ്യത്തിന് നല്ല ആരോഗ്യം കിട്ടുന്നുണ്ട്. പക്ഷേ പിന്നെ അവരുടെ ചാണകത്തിന് ഒന്നുമില്ല. പിന്നെ നമുക്ക് കൈക്ക് ഇപ്പൊ നമ്മളെ പണിക്കാർക്കായാലും ചാണകം ഒരു വേറെ അലർജിയും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നല്ല സ്മെല്ലില്ല. നിങ്ങൾക്കായാലും ഒരു സ്മെല്ലില്ല കേട്ടോ. ചേട്ടൻ സത്യമാണ്, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതാകുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു പശുവുള്ള ഫീൽ ഇല്ലല്ലോ. ഇല്ല ഒട്ടും സ്മെല്ലില്ല. അത് നമ്മളെ ഈ ഇത് തന്നെയാണ്, നമ്മളെ കൊടുക്കുന്ന തീറ്റേന്റെ ഗുണം തന്നെയാണ്. അതിന് മുന്നേക്ക് എന്താ പറയാ ചെന പിടിക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ചെന പിടിക്കാനായാലും വലിയ പശുക്കൾക്ക് സ്ഥിരമായിട്ട് വയറില് പ്രശ്നങ്ങള്, വയറ് വീർക്കല്, ഈ കാലിത്തീറ്റെല്ലാം കൊടുക്കുന്ന സമയത്ത് പിന്നെ കാലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, കുളമ്പിന്റെ എണീക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെടുക്കുക അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ കുറവാണ്. എന്നാലും ചെറുതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നേരത്തെ കണ്ട തീറ്റ കൊടുത്തിട്ട് പശുക്കളിട്ട ചാണകമാണ് നല്ല ചാണകം കേട്ടോ. ഇങ്ങനെ തെറിച്ച് അങ്ങനെ ഒന്നുമില്ല, ലൂസായിട്ട് പോകുന്നില്ല, കട്ടിയായിട്ടുള്ളതാണ്. അപ്പൊ ചേട്ടാ ഈ ചാണകത്തിന്റെ വിൽപ്പന ഉണ്ടോ? അപ്പൊ ഇത് എങ്ങനെയാണ്? ഇവിടെ ഇല്ലേ ചാണകക്കുഴി ഉണ്ടോ? ചാണകക്കുഴിയില്ല, നമ്മൾ ഡയറക്റ്റ് പാക്ക് ചെയ്യാണ്. ഇതിപ്പോ ഇട്ടോളൂ ആ പശു ഉണ്ടോ? ഓക്കെ. അതിന് ഉണ്ടോ എന്റെ കാലം ചാണകം, നമുക്കൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവും, ഒന്നുമില്ല. ഇപ്പൊ ഈ ഒരു ചാക്കിൽ ഇപ്പൊ വാരി വെച്ചോളൂ, നോക്ക് നല്ല കട്ടിയാണ്. നമ്മൾ ഇതിന്റെ തൊഴുത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ പാക്ക് ചെയ്യണം. പിന്നെ രണ്ടാമത് നമുക്ക് ഇത് കർഷകർക്ക് കൊടുക്കുമ്പോൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുമ്പോൾ രണ്ടാമത് ഒരു കൂലി ചെലവില്ല. അവരെ അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ചാണകത്തിന് മഴക്കാലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. മഴക്കാലങ്ങളിൽ തെങ്ങിന്റെ ആവശ്യക്കാർ തെങ്ങ് തുറക്കൂലേ, തെങ്ങിന്റെ വളത്തിന് ഒരുപാട് ചാണകം പോകും.
നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ചാക്കിന് ഉണക്കിയല്ലേ കൊടുക്കുന്നേ? അല്ല, ഉണക്കിയതുണ്ട്, ഉണക്കാത്തതുണ്ട്. അപ്പൊ ഇവിടെ ഉണക്കിയ ചാണകം ഉണ്ട്, ഉണക്കാത്ത ചാണകം, രണ്ട് തരത്തില് ചാണകം ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യാലോ. ആവശ്യക്കാർക്ക് കോണ്ടാക്ട്. പച്ച ചാണകം 200, പിന്നെ ഉണക്കിയ ചാണകം 350. അതായത് ഈ ചാണകത്തിന്റെ ക്വാളിറ്റി അത്ര ഉണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പൊ ഇതുപോലെ ചാക്കിൽ ഇങ്ങനെ അവിടുന്ന് എടുത്തോണ്ട് വന്ന് ഇടും. പിന്നെ എന്നിട്ട് അവിടെ ഒരു തണലുണ്ട്, ആ തണലത്തിട്ടാണ് ഉണക്കുന്നത്. ഓലയുണ്ട് ഉള്ളില്. അപ്പൊ നല്ല തണലത്തിട്ട് ഉണക്കിയാൽ അതിന്റെ ഗുണം ഫുള്ളായിട്ട് ഫുള്ളായിട്ട് അതിന്റെ അണുക്കൾ നശിച്ചു പോകില്ല. നമ്മൾ ഈ ഉണക്കി ചാണകം എല്ലാവരും ഉദ്ദേശിക്കാന്ന് വെച്ചാൽ നല്ല വെയിലത്തിട്ടിട്ട് അതിൽ കാര്യമില്ല. നമുക്ക് കൃഷിയിടത്തിൽ അത് കൊണ്ടുപോയിട്ടിട്ട് ഒരു കാര്യമില്ല. ഇത് തണലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിന്റെ മൊത്തമായിട്ടുള്ള ഗുണങ്ങൾ അതിൽ നമ്മളെ ഉപഭോക്താവിന് കിട്ടും. അപ്പൊ ടോട്ടൽ എത്രത്തോളം പാൽ ഉൽപാദനം ഉണ്ട്? ഒരു 150 ലിറ്റർ പാലുണ്ട്. ഇപ്പോ നമ്മളെ ഈ സീസൺ ജൂൺ ജൂലൈ ആകുമ്പോഴേക്ക് നമ്മൾ പശുക്കളെ കറക്റ്റ് കറവ് നിർത്തേണ്ട കുറച്ച് പശുക്കളെ സ്റ്റോപ്പ് ചെയ്യേണ്ട അതിനനുസരിച്ചാണ് നമ്മൾ ഇൻസെമിനേഷൻ ചെയ്യുക. അപ്പോൾ ഈ ടൈമിന് നമ്മളിനി ജൂൺ ആകുമ്പോഴേക്ക് കുറച്ചും കൂടി കറവ് സ്റ്റോപ്പ് ആവും. ഇപ്പം പാല് കുറവാണ്, പശുക്കളുടെ എണ്ണവും കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ മൂരിന്റെ സമയത്ത് ഒരു ഏകദേശം ഒരു ദിവസം 10-200 ലിറ്ററിന്റെ മേലെ മൂരിന്റെ പണി എടുക്കലുണ്ട്. അതേപോലെ കുറച്ച് പാല് സപ്ലൈ എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് മോര് കൂടുതലായിട്ട് വിറ്റഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പശുക്കളെ എണ്ണം നമ്മൾ കുറച്ചളി ഈ സമയത്ത്. അല്ലെങ്കിൽ ഈ പുറത്തുള്ള ഈ കുറ്റിയെല്ലാം കാണുന്ന പശുക്കളായിരുന്നു. അതെ, ഈ മുറ്റത്തെല്ലാം ഷീറ്റ് കെട്ടിയിട്ട് ഇവിടെയെല്ലാം പശുക്കൾ. അതിപ്പോ നമ്മൾ കുറച്ച് പശുക്കളെ കുറച്ചാണ്. മഴ വരുമ്പോ എല്ലാം ഉള്ളിലേക്ക് ആക്കും. അതായത് സീസൺ അനുസരിച്ചാണ് ബിസിനസ് നടത്തുന്നത്. ചേട്ടന് 400 രൂപയ്ക്കാണ് തിരിച്ചെലവ് വരുന്നെങ്കിലും ഇവിടെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ചേട്ടന് പിടിച്ചേക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ 400 രൂപയ്ക്ക് നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്കിനി പ്രോഡക്റ്റ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരേട്ടാ. ഇത് മോരാണ്. മോരാണ്. ഇത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്? ഇതിപ്പോ നമ്മളിപ്പം വിൽക്കുന്നത് 70 രൂപക്കാണ്. 1 ലിറ്റർ മോര് വിൽക്കുന്നത് 70 രൂപക്ക്. കടകളിൽ ചെറിയൊരു പൈസ കുറച്ച് കൊടുക്കും, അവരെ കമ്മീഷൻ. നമ്മൾ ഇവരെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ആൾക്ക് 70, നമ്മളിത് കടകളിൽ നേരിട്ട് കൊടുക്കുന്നത് 60. അപ്പൊ ഇത് നമ്മുടെ പാലാണ്. അതെ, നോക്കി ശുദ്ധമായ പാല്. ആൾക്കാർക്ക് ഒരു വിശ്വാസതയുണ്ട്. അപ്പൊ അത് വൈകിട്ടും രാവിലെയും കുറച്ച് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ തന്നെയാണ് പാക്കറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പാല് വിൽക്കുന്നത് 80 രൂപയ്ക്കാട്ടോ. ഇപ്പൊ ഈ 1-ാം തീയതി മുതൽ ഇപ്പോ വില കൂട്ടുന്ന ക്വാളിറ്റി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നെ നമ്മളെ വിശ്വാസത്തിൽ കണക്കാക്കിക്കൊണ്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര വീടുകളിൽ വിൽക്കാൻ പറ്റണം? അപ്പൊ നമ്മളിപ്പോ ഒരു ഏകദേശം ഒരു 60 ലിറ്റർ പാല് സപ്ലൈ ഉണ്ട്. ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം 90ലേക്ക് ആക്കുന്നു. ഈ 1-ാം തീയതി മുതൽ അത് കസ്റ്റമറോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറുപടി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരോട് നമ്മള് കാലിത്തീറ്റക്ക് 65 രൂപ കൂടി എടുക്കുക. നമ്മൾ കൊടുക്കുന്ന പരുത്തി പിണ്ണാക്ക്, പരുത്തി കുരുവിനെല്ലാം 2 മാസം കൊണ്ട് 600 ചില്ലറ രൂപയാണ് വർദ്ധിച്ചത്. 2 മാസം കൊണ്ട്. അതുകൊണ്ടാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് വാങ്ങാൻ താല്പര്യമാണ്. പിന്നെ നല്ല പാലായതുകൊണ്ട് അവർ വാങ്ങിക്കുന്നുണ്ട്. നല്ല കുറുകിയ ഇരിക്കണം കേട്ടോ ബട്ടർ. ഈ ബട്ടർ നമുക്ക് എങ്ങനെയാണ് നമ്മള് കൊടുക്കുന്നത്? ബട്ടർ നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പൊ അര വേണ്ടുന്ന ആൾക്ക് അരേന്റെ ബോട്ടിൽ കൊടുക്കും. പിന്നെ ഇത് ചെറിയ ബോട്ടിൽ വേണ്ടിക്കല് ചെറിയ 200 ml ബോട്ടിൽ. ഇത് ഒറിജിനൽ ബട്ടർ, പ്യുവർ ബട്ടർ. സൂപ്പർ. അതായത് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് നമ്മളെ ഗീ, പ്യുവർ ഗീ. ഇതെങ്ങനെ എത്ര രൂപ നമുക്ക്? ഇത് നമ്മൾ ലിറ്ററിന് 1500. 400 രൂപ കണക്ക് മനസ്സിലായല്ലോ. അതെ, ഇത് 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ്. ഒരു 1/2 ലിറ്റർ ബോട്ടിൽ കൊടുക്കുന്നത് 750 രൂപക്ക്, ലിറ്ററിന് 1500 രൂപ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇപ്പൊ ഇനി സീസണാണ്. ഇപ്പൊ ഫാം റൺ ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് പശുവിന്റെ ചാണകത്തിലൂട്ടിയും ഇത് നെയ്യിലൂട്ടിയാണ് ഈ ഫാം റൺ ചെയ്യുക. ഇപ്പൊ ഈ 3 മാസക്കാലം. അപ്പൊ ഇത് പുറത്തുള്ള വൈദ്യന്മാരും ആൾക്കാർ, മരുന്നിന്റെ ആൾക്കാരെല്ലാം വന്നിട്ട് ഇപ്പൊ ഈ കർക്കിടക മാസം ആകുമ്പോഴേക്ക് തന്നെ ഗീ ഒരുപാടൊക്കെ പോകും. നമുക്ക് ഒരു ദിവസം ഏകദേശം ഒരു 8 ലിറ്ററിന്റെ അടുത്ത് പ്രൊഡക്ഷൻ ഉണ്ടാവും. അതെല്ലേ? അപ്പം ഞാൻ പറയട്ടെ, അപ്പൊ ഇതിന്റെ ബിസിനസ് സാധ്യത എങ്ങനെ കണ്ടെത്തി? ബിസിനസ് സാധ്യത നമ്മൾ ആദ്യം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കിത് കൃത്യമായിട്ട് മാർക്കറ്റിൽ എന്ന് വെച്ചാൽ ഒരുപാട് വില കുറഞ്ഞ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടും. അപ്പൊ നമ്മളെ കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷന് നമുക്ക് വില കിട്ടാത്ത, നമ്മളെ ഉൽപ്പന്നത്തിന് വില കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പിന്നെ ആൾക്കാർ വന്ന് നമ്മളൊരു വിശ്വാസം കൂടുതലായി ആൾക്കാർക്ക്. അതായത് ഇത് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കണ്ടിട്ടാണ് പിന്നെ ആൾക്കാർ വന്ന് മറ്റുള്ളവർ അവരെന്നെയാണ് നമ്മളെ പരസ്യം. നമ്മളങ്ങനെ ബ്രാൻഡിലേക്ക് എത്തിയത്. ഒരാൾ വാങ്ങി അവർ മറ്റുള്ളവരോട് പറഞ്ഞു, ഇയാൾ പറഞ്ഞായിരുന്നു പറയും. അതെ, നമ്മൾ കതിരൂർ ഡയറി എന്നാണ് പറയലധികം. ഓക്കെ. അപ്പൊ ഒറിജിനൽ സാധനം, അതായത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ചേട്ടന്റെ പേരും കൂടി പറഞ്ഞു. നിതിൻ. ഓക്കെ. എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും. കേരളത്തിൽ ഇപ്പൊ നമ്മള് കന്യാകുമാരി
തിരുവനന്തപുരത്ത് വരെ കൊറിയർ ആയിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അയച്ചു കൊടുക്കും. തിരുവനന്തപുരത്തും കാസർഗോഡൊക്കെ എല്ലാം കൊറിയർ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ സാധനമാണ്. ഈ വീഡിയോക്കുള്ളിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ വരുന്ന കുട്ടികൾ അത് ഏതാ? അതായത് നമ്മളെ ഇവിടെ തന്നെ നമ്മളിപ്പം വളർത്തിയെടുത്ത കുട്ടികൾ നമ്മൾ ആദ്യത്തെ സക്സസ് ആയവരെ, അപ്പൊ അവർക്ക് നല്ല ഉത്പാദനം ഫസ്റ്റ് ഡെലിവറിക്ക് തന്നെ നല്ല ഉത്പാദനം കിട്ടിയവരെ നമ്മൾ നെക്സ്റ്റ് ജനറേഷനെ വെച്ചതാണ്. നല്ല നല്ല അതെ കുത്തിവെച്ച് റെഡ് ആൻഡ് വൈറ്റ് ഗർഭിണിയാണ്. അതെയോ? എത്ര മാസമുണ്ട്? ഇതിപ്പോ 4 മാസമായി. 4 മാസമായി. അത്യാവശ്യം നല്ല ഹെവി കുട്ടികൾ. പക്ഷേ 1 വർഷമോ 4 മാസമായിരുന്നു കുട്ടികൾ. ഇതിപ്പോ പുറത്തേക്ക് അയച്ചു വിടുന്ന തീറ്റയുടെ ചെലവ് കുറവാണ്. ചെലവ് കുറവാണ്. എന്നാലും പശുക്കൾക്ക് കൊടുക്കുന്ന സെയിം തീറ്റ കൊടുക്കുന്നത്, അളവ് കുറച്ചിട്ട്. അതെല്ലേ? ഓ, ഇവിടെ സൈലേജ് കൊടുക്കണത്. സൈലേജ് എത്ര കിലോ നമ്മൾ കൊടുക്കണം? ഇതുങ്ങൾക്ക് കൊടുക്കണുണ്ടോ? ഇവർക്ക് ഇപ്പൊ വൈറ്റ് കുറച്ച് കൊടുക്കും. ഓക്കെ. പിന്നെ പുല്ല് കൊടുക്കണില്ല ഇവിടെ അല്ലേ? ഇല്ല, പുല്ല് പുറത്തുള്ളത് പുല്ലായിട്ട് കട്ട് ചെയ്തില്ല. പശുക്കൾ മേയുന്നത് പശുക്കൾ കഴിക്കും. അപ്പൊ ചേട്ടന്റെ ഈ ഒരു പശു വളർത്തൽ ഇത്ര സക്സസ്ഫുൾ ആകാൻ കാരണം എന്താണ്? അത് നമ്മൾ ഇപ്പൊ നമുക്ക് എല്ലാം സെയിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ പശുവിന്റെ ചാണകമായാലും മൂത്രമായാലും തൈര് മോര് എല്ലാം നമ്മളിപ്പോ നമുക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. ഒന്നും ബാലൻസ് വരുന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാ അത്യാവശ്യം ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സക്സസ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഒരുപക്ഷെ ഇപ്പൊ പാല് വിൽക്കാൻ കഴിഞ്ഞില്ലേലും ഇവിടെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കും. അപ്പൊ ഒന്നില്ലേ മറ്റത് അല്ലേ? അപ്പൊ ഒരുപാട് പ്രവാസികളായ ചെറുപ്പക്കാര് എന്താ പറയാ ഈ മേഖലയ്ക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ. അപ്പൊ അവരോട് എന്താണ് ചേട്ടൻ പറയാനുള്ളത്? ഇത് പിന്നെ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ഫാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർക്കെല്ലാം നല്ല ഇപ്പൊ ലാഭം കിട്ടുന്നുള്ള ഇതിലായിരിക്കും നീങ്ങുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം ഇതിലേക്ക് എത്തുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എത്തുന്നതിന് 6 വർഷമായിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുള്ള് പ്രോഫിറ്റ് ആയിട്ടെല്ലാം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മാത്രമേ നമ്മളെ പശു ഫാമിങ്ങിനെ കാണുള്ളൂ. നമ്മൾ ഇതിലോട്ടും കൂടി സ്നേഹവും പിന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ തന്നെ ജോലി എടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ യുവതലമുറ പെട്ടെന്ന് എടുത്തു ചാടിയാൽ അത് തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങുന്നതിനെക്കാട്ടും കൂടുതൽ ഫാമിൽ നിന്ന് പൂട്ടിപ്പോകും. നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് നമുക്ക് അധ്വാനിക്കാനും അതിൻ്റെ എല്ലാം ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടും കൂടി ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഉണ്ടായാലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പൊ ചേട്ടന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ട്? അതെ, നമ്മളെ എൻ്റെ ഈ 2 വർഷം മുമ്പാണ് ഈ നമ്മളെ 2 സ്ഥലത്തും പശുക്കൾ ഫുള്ളായിട്ട് വന്നത്. ഏകദേശം ഒരു 27ഓളം പശുക്കൾ ഉണ്ടായിരുന്നു. 27ഓളം പശുക്കളിൽ ആ സമയത്ത് കുളമ്പ് രോഗം അതിശക്തമായിട്ട് നമുക്കത് പെട്ടെന്ന് നമുക്കത് മനസ്സിലായി. ആദ്യമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരു പശുവിൽ നിന്ന് തുടങ്ങിയിട്ട് ശരിക്കും അങ്ങേ തല മുതൽ നമ്മളത് ഇങ്ങേ തല വരെ നമ്മളെ 27 പശുവിൽ ഒറ്റ പശുവിനെ ഇല്ലാണ്ടല്ലോ. എന്നിട്ട് എങ്ങനെ തിരിച്ചു വന്നേ? അപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് ബന്ധത്തിൽ ഒരുപാട് വലിയ പശുക്കൾ സീസണിൽ മൂരിന്റെ ടൈമിന് വേണ്ടിയിട്ട് ഈ ഡെലിവറി ആയ പശുക്കളെല്ലാം നമുക്ക് ഒഴിവാക്കേണ്ട വന്നു. 3 മാസം കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് 3-5 ലക്ഷം റുപ്യാണ് നഷ്ടം സംഭവിച്ചത്. അത് എവിടുന്ന് ഒരു ധനസഹായം ഒന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള അതിൽ നിന്ന് പിന്നെയും നമ്മളെ സൊസൈറ്റി സഹായിച്ചിട്ടാണ് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് പാലെടുത്തിട്ട് നമ്മൾ മോര് ഇതേപോലെ നമ്മൾ സപ്ലൈ പിന്നെയും വീണ്ടും അങ്ങനെ ഒരു ഏകദേശം 1 വർഷത്തിനോട് കൂടിയാണ് പിന്നെ നമ്മൾ ആലയിൽ പശുക്കളെല്ലാം ഫുള്ളാക്കിയത്. അതായത് നമ്മൾ മനം മടുത്തില്ല. നമ്മൾ കുറെ ആൾ വിചാരിച്ച് നമ്മളിപ്പോ ഇതുകൊണ്ട് നിർത്തി പോകുമെന്ന് വിചാരിച്ചു. ഇവിടെ ഇറച്ചിക്കാർ ഇവിടെ വന്നിട്ട് തന്നിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പറയാണ്ട് തന്നെ ഈ ഇറച്ചി മാർക്കറ്റുകാർ ഇവിടെ വന്നിട്ട് നിന്നിട്ടുണ്ട്. പശുവിനെ കൊടുക്കുന്നത് ഞാനുമായിട്ടുള്ള ഭയങ്കരമായിട്ട് പ്രശ്നമല്ല. അപ്പൊ അതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വലിയ മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. നമ്മളെന്നാലും എന്തായാലും നമുക്കത് പിന്നെ തോറ്റു കൊടുക്കാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിന്നെയും എന്തായാലും നമ്മൾ ഇറങ്ങി എന്തായാലും നമുക്ക് അതിന്റെ എന്തായാലും ശരിയായിട്ടുള്ള രീതി ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ സക്സസ് ആണ്. ഇപ്പൊ സക്സസ് ആണ്. കല്യാണം കഴിച്ചാണോ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. എത്ര വയസ്സുണ്ട്? ഇപ്പൊ 33 വയസ്സായി. ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ല ബിസിനസ് ആണ് കേട്ടോ പശു വളർത്തല് ചേട്ടൻ ചെയ്യുന്നത്. നല്ല രീതിയിൽ താല്പര്യമുള്ള ആരും ഉണ്ടെങ്കിലും നമുക്ക് നോക്കിയിരുന്നു. നമുക്ക് ഇതിനോടുള്ള ഏതിലും ആയിക്കോട്ടെ, അതേപോലെ ഈ പശു മേഖലയിലായാലും നമുക്ക് ഇതിനോടുള്ളൊരു താല്പര്യമാണ് ഫസ്റ്റ്. ബാക്കി ഫണ്ടെല്ലാം താനേ നമുക്ക് ഏതെങ്കിലും വരും. നമ്മളുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം വന്നു ചേരും. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമുക്കിപ്പോൾ ഒരു 10 പശുവിനെ വാങ്ങി ഒരു ജോലിക്കാരനെ വെക്കാം, നമുക്ക് എന്നിട്ട് ഫാം സ്റ്റാർട്ടാക്കാന്ന് വിചാരിച്ചാൽ അതിനെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ പ്രശ്നം നമുക്ക് എവിടെന്നെങ്കിലും വന്നു ചേരും. ഞാനിപ്പോൾ കൊളംബിയ പോകുന്ന സമയത്ത് എനിക്ക് ജോലിക്കാരില്ലാത്ത സമയം കൂടി പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ 18 ഒരു ദിവസം 36 പശുക്കളെ ഞാൻ കറന്നു. 3 മാസക്കാലം കൈക്കറവ് 36 പശുക്കളെ. അത് നമ്മള് പണ്ടേ ജോലിക്കാരായിട്ട് ഇപ്പൊ 3 വർഷമായിട്ടുള്ളൂ. ഈ 3 വർഷവും ഞാൻ ജോലിക്കാരില്ലാത്ത സമയത്ത് നമ്മൾ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വന്നത്. അവരിട്ടോണ്ട് പോയാലും നമുക്ക് ചെയ്യാൻ ധൈര്യം അവരിട്ട് പോയാലും നമ്മൾ ചെയ്തിട്ടുണ്ട്.
കാരണം ഈ കുളമ്പ് രോഗത്തിന്റെ സമയത്ത് അത്രയും പശുവുള്ള സമയത്തും ഞാൻ 18 36 പശുക്കളെ ഒരു ദിവസം നമ്മൾ 3 മാസത്തോളം കറവെടുത്തിട്ടുണ്ട്. അതെയോ? അതെ. അപ്പൊ കുളമ്പ് രോഗത്തിന്റെ സമയമായിരുന്നു, പണിക്കാർ ആ സമയത്ത് ഭയങ്കര പ്രശ്നമുള്ള ഒരു സമയമായിരുന്നു. അടിപൊളി. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും സക്സസ് ആയത്. ഓക്കെ, ഇപ്പൊ എല്ലാം ഈ ഏരിയയിലെല്ലാം മിക്കവരും തന്നെ അറിയുന്ന ആളാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിലെ ഏകദേശം ഒരു ഹൈബ്രിഡ് പശുക്കൾക്ക് കാലിത്തീറ്റ കൊടുക്കാണ്ട് ചിലപ്പോൾ പശു വളർത്തുന്നത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മള് ചുരുക്കം ചില ആൾക്കാരെ ഉണ്ടാവും. ഞാൻ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണക്കറിയില്ല, നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ടല്ലോ, അറിയാമായിരിക്കുമല്ലോ. അതെ, കുറവാണ്. അപ്പൊ എന്തായാലും ചേട്ടന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് നന്ദി പറഞ്ഞു. ഒരുപാട് അറിവ് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നു. ചെറുപ്പക്കാരനായ ചേട്ടൻ ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു പശു വളർത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. താങ്ക് യു. നിങ്ങൾ ഇവിടെ വരെ എത്തിയതിൽ നമുക്കും വലിയ സന്തോഷം. ഓക്കെ. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നിതിൻ എന്ന ചെറുപ്പക്കാരന് പെല്ലറ്റ് ഇല്ലാത്ത പശു വളർത്തലാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.